ഓം നമോ നാരായണായ. നമസ്കാരം. ഇന്ന് നാരായണീയം 34-ാമത്തെ ദശകം 3-ാമത്തെ ശ്ലോകം നോക്കാം. രാമലക്ഷ്മണന്മാർ വിശ്വാമിത്ര മഹർഷിയുടെ സിദ്ധാശ്രമം എന്ന തപോവനത്തിൽ എത്തിച്ചേരുന്നു. ശേഷം വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗകർമ്മങ്ങളെല്ലാം തുടങ്ങുന്നു. അങ്ങനെ യാഗം തുടങ്ങിയ സമയത്ത് രാക്ഷസന്മാർ യാഗം മുടക്കാനായി എത്തുന്നു. രാമൻ രാക്ഷസന്മാരെയെല്ലാം നിഗ്രഹിക്കുന്നു. ശേഷം അഹല്യാമോക്ഷം, സീതാസ്വയംവരം എന്നീ കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത്. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈ അന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവൻ അഹല്യാം പതി പദരജസ പ്രാപ്യ വൈദേഹ ഗേഹം ബിന്ദാനഃ ചാന്ദ്രചൂഡം ബിന്ദാന ചാന്ദ്രചൂഡം ധനുഹു അവനിസുതാം ധനുരവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാഃ ത്വം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈഃ സദാരൈ. അല്ലയോ ഭഗവാനെ, അങ്ങ് വിശ്വാമിത്ര മഹർഷി യാഗം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആ യാഗം മുടക്കുന്നതിനായി വന്ന രാക്ഷസന്മാരെയെല്ലാം നിഗ്രഹിച്ചു. യാഗമെല്ലാം ഭംഗിയായി പൂർത്തിയാക്കിയതിന് ശേഷം പോകുന്ന വഴിക്ക് തൻ്റെ പാദരേണുക്കൾ കൊണ്ട് അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകി. അഹല്യയ്ക്ക് ശാപമോക്ഷം നൽകിയതിന് ശേഷം അങ്ങ് മിഥിലാ രാജധാനിയിലെത്തി ശൈവചാപം മുറിച്ച് സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരമായ ഭൂസുതയായ സീതയെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ തന്നോടൊപ്പം വിവാഹിതരായ അനുജന്മാരോടും ഭാര്യമാരോടും കൂടി അല്ലയോ ഭഗവാനെ, അവിടുന്ന് അയോധ്യയിലേക്ക് തിരിച്ചു പുറപ്പെടുകയും ചെയ്തുവല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ മേൽപ്പത്തൂർ വിവരിച്ചിരിക്കുന്നത്. രാമായണ കഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാവണം വളരെയധികം സംഗ്രഹിച്ചുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഒരു ശ്ലോകത്തിൽ തന്നെ മേൽപ്പത്തൂർ വിവരിച്ചിരിക്കുന്നത്. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ യാഗാദി കർമ്മങ്ങളെല്ലാം ആരംഭിച്ചു. യാഗം തുടങ്ങിയ സമയത്ത് തന്നെ മാരീചനും സുബാഹുവും കൂട്ടരുമെല്ലാം യാഗം മുടക്കാനായി എത്തി. താടകയെ കൊന്ന ആ ഒരു ദേഷ്യം കൂടി അവർക്കുണ്ട്. അങ്ങനെ യാഗം മുടക്കാനെത്തിയ സുബാഹുവിനെയും മറ്റു രാക്ഷസന്മാരെയും എല്ലാം ശ്രീരാമൻ നിഗ്രഹിച്ചു. മാരീചനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അമ്പയച്ചുവെങ്കിലും മാരീചൻ ലോകമെല്ലാം ഓടി നടന്ന് അവസാനം ശ്രീരാമനെ തന്നെ അഭയം പ്രാപിച്ചു. അങ്ങനെ മാരീചൻ തൻ്റെ രാക്ഷസീയതയെല്ലാം വെടിഞ്ഞ് തികച്ചും ഒരു ശ്രീരാമഭക്തനായി ശ്രീരാമനെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നിൽ തന്നെ സ്വയം ഒതുങ്ങിക്കൂടി ഒരിടത്ത് ജീവിച്ചു വന്നു. അങ്ങനെ യാഗമെല്ലാം ഭംഗിയായി പൂർത്തിയാക്കി പിന്നീട് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഗൗതമാശ്ര പരിസരത്തിൽ എത്തുകയാണ്. ഇത്രയും ശാന്തസുന്ദരമായ പരിപാവനമായ ആ ഒരു ആശ്രമത്തിൽ ആരെയും കാണാത്തത് കൊണ്ട് രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, എന്താണ് ഇവിടെ ആരുമില്ലാത്തത്? അപ്പോൾ വിശ്വാമിത്ര മഹർഷി ഒരു കല്ല് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗൗതമ അഹല്യ ദമ്പതികളുടെ കഥയും ഗൗതമൻ തൻ്റെ പത്നിയായ അഹല്യയെ ശപിക്കാനിടയായ സംഭവവും അഹല്യ കല്ലായി തീരുന്ന കഥയുമെല്ലാം ശ്രീരാമന് പറഞ്ഞു കൊടുക്കുന്നു. തൻ്റെ ഭർത്താവിൻ്റെ ശാപം മൂലം വളരെ കാലമായി കല്ലായി തീർന്ന അഹല്യ ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തനിക്ക് ശാപമോക്ഷം ലഭിക്കണമെങ്കിൽ ശ്രീരാമൻ വരണമെന്ന് അഹല്യയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ ശ്രീരാമന്റെ പാദരേണുക്കൾ ആ കല്ലിൽ സ്പർശിച്ചപ്പോൾ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചു. കല്ലായി തീർന്ന അഹല്യയ്ക്ക് തൻ്റെ പഴയ രൂപം തിരിച്ചു കിട്ടുകയും ചെയ്തു. ശാപത്തിൽ നിന്ന് മോചിതയായ അഹല്യ ശ്രീരാമദേവനെ സ്തുതിക്കുന്നു. അതിനുശേഷം തൻ്റെ ഭർത്താവായ ഗൗതമ മഹർഷിയുടെ അടുത്തേക്ക് പോകുന്നു. ഇപ്രകാരം അഹല്യാമോക്ഷവും കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൊണ്ട് മിഥിലാ രാജധാനിയിലാണ് എത്തുന്നത്. അവിടെയും ജനക മഹാരാജാവ് ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തൻ്റെ പുത്രിയായ സീതയെ വിവാഹം ചെയ്യുന്നത് ശ്രീരാമനാണ് എന്ന് ജനക മഹാരാജാവിന് അറിയാമായിരുന്നു. അതിനായി നാരദ മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് സീതാദേവിയുടെ സ്വയംവരത്തിന് ചില നിബന്ധനകളൊക്കെ ജനക മഹാരാജാവ് ചെയ്തിരുന്നു. ശൈവചാപം മുറിക്കുന്ന ആൾക്ക് മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്ന ഒരു നിബന്ധന ജനക മഹാരാജാവ് വെച്ചിരുന്നു.
കാരണം ശ്രീരാമന് മാത്രമേ ശൈവചാപം മുറിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശ്രീരാമന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ജനക മഹാരാജാവിന്റെ അടുത്തേക്കാണ് വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരെയും കൂട്ടി എത്തുന്നത്. അങ്ങനെ ശ്രീരാമൻ ശൈവചാപം മുറിച്ച് സാക്ഷാൽ ലക്ഷ്മീ ദേവിയുടെ അവതാരമായ ഭൂസുതയായ സീതയെ പാണിഗ്രഹണം ചെയ്യുകയും ചെയ്തു. ഈ വിവരമെല്ലാം ദശരഥ മഹാരാജാവിനെ അറിയിക്കുന്നതിനായി ജനക മഹാരാജാവ് ഒരു ദൂതനെ അയച്ചു. അങ്ങനെ ദശരഥ മഹാരാജാവും പത്നിമാരും ഭരത ശത്രുഘ്നന്മാരും പരിവാരങ്ങളുമായി മിഥിലാ രാജധാനിയിൽ എത്തുന്നു. അവിടെ വെച്ച് ദശരഥ മഹാരാജാവിന്റെ മറ്റ് 3 പുത്രന്മാരെ തൻ്റെ 3 പുത്രിമാർക്ക് വിവാഹം ചെയ്തു തരണമെന്ന ആഗ്രഹം ജനക മഹാരാജാവ് അറിയിച്ചു. അങ്ങനെ ലക്ഷ്മണൻ ഊർമിളയെയും ഭരതൻ മാണ്ഡവിയെയും ശത്രുഘ്നൻ ശ്രുതകീർത്തിയെയും വിവാഹം ചെയ്തു. അങ്ങനെ ശ്രീരാമൻ സീതാദേവിയോടും അനുജന്മാരോടും ഭാര്യമാരോടും മാതാപിതാക്കളോടും മറ്റു പരിവാരങ്ങളോടും കൂടി അയോധ്യയിലേക്ക് തിരിച്ചു പുറപ്പെടുകയും ചെയ്തു. മാരീചം ദ്രാവയിത്വാ മഖശിരസി ശരൈരന്യരക്ഷാംസി നിഘ്നൻ കല്യാം കുർവന്നഹല്യാം പതിപദരജസാ പ്രാപ്യ വൈദേഹഗേഹം ഭിന്ദാനശ്ചാന്ദ്രചൂഡം ധനുരവനിസുതാം ഇന്ദിരാമേവ ലബ്ധ്വാ രാജ്യം പ്രാതിഷ്ഠതാസ്ത്വം ത്രിഭിരപി ച സമം ഭ്രാതൃവീരൈ സദാരൈ.